വയനാട്ടിലെ ദുരിതബാധിതരുടെ അക്കൗണ്ടിൽ നിന്ന് പണം തിരിച്ചുപിടിച്ച് കേരള ഗ്രാമീണ ബാങ്ക് നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരള ഗ്രാമീണ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസ് ഡിവൈഎഫ്ഐ ഉപരോധിക്കുന്നു. ദുരിതബാധിതർക്ക് സഹായധനമായി സർക്കാർ നൽകിയ 10,000 രൂപയിൽ നിന്നാണ് കേരള ഗ്രാമീണ ബാങ്ക് വിവിധ ലോണുകളുടെ തിരിച്ചടവ് പിടിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും കമൽ ചേരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് ബാങ്കുകൾ EMI പിടിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നത്. 10,000 രൂപയാണ് സർക്കാർ അടിയന്തര ധനസഹായമായി ഈ ദുരന്തബാധിതർക്ക് അനുവദിച്ചത്. ആ പണത്തിൽ നിന്നാണ് നേരത്തെ അടയ്ക്കാനുള്ള ലോണിൻ്റെയും മറ്റ് ബാധ്യതകളുടെയും ഒക്കെ EMI ബാങ്കുകൾ പിടിച്ചത്. പ്രധാനമായും കേരള ഗ്രാമീൺ ബാങ്കാണ് ഇത്തരത്തിൽ ഈ EMI പിടിച്ചത് എന്നായിരുന്നു ആരോപണം. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ DYFI ജില്ലാ കമ്മിറ്റി കൽപ്പറ്റ അമ്മൂസ് കോംപ്ലക്സിലുള്ള ബാങ്കിന്റെ റീജിയണൽ ഓഫീസ് ഉപരോധിക്കുന്നത്. സർക്കാർ അനുവദിച്ച ധനസഹായത്തിൽ നിന്നും യാതൊരു ഉളുപ്പുമില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗ്രാമീൺ ബാങ്ക് അതിന് EMI പിടിച്ചിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല ഈ ബാങ്കിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇത് അടിയന്തരമായി ഇത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ, കേരളീയ സമൂഹത്തോട് ആകെ ഈ ബാങ്കിന്റെ അധികൃതർ ഉത്തരവാദിത്തപ്പെട്ടവർ മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാക്കണം. കാരണം ഇതൊരു നാടിനോടുള്ള വെല്ലുവിളിയാണ്. കാരണം ജനങ്ങളാകെ ഈ ദുരിതത്തെ അഭിമുഖീകരിച്ച് നേരിട്ടുകൊണ്ട് അതിനെ മറികടക്കാൻ ഒറ്റക്കെട്ടായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളീയ സമൂഹത്തിന് നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഈ ബാങ്കിന്റെ ഭാഗത്ത് നിലപാടുണ്ടായിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പാടില്ല. DYFI ഈ സമരത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് മറ്റു ബാങ്കുകൾക്ക് കൂടെ ഇതൊരു പാഠമാകണമെന്ന നിലയിലാണ്. മറ്റൊരു ബാങ്കും ഇനി ഈ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. മറ്റു ബാങ്കുകൾക്ക് കൂടെ പാഠമാവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടിയാണ് ഈ സമരം DYFI ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പൈസ EMIന്റെ ഭാഗമായിട്ട് പിടിച്ച പൈസ തിരിച്ച് ആളുടെ അക്കൗണ്ടിലേക്ക് കയറുകയും അതിനുശേഷം അവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാപ്പ് പറയുന്നവരെയുള്ള ശക്തമായ സമരവുമായി DYFI മുന്നോട്ട്. DYFIയുടെ ജില്ലാ സെക്രട്ടറി K റഫീഖ്, അതുപോലെ പ്രസിഡന്റ് ഫ്രാൻസിസ് എന്നിവരാണ് ഈ സമരത്തെക്കുറിച്ച് സംസാരിച്ചത്. എന്തായാലും ബാങ്കിനെതിരെ കടുത്ത പ്രതിഷേധമാണ് വയനാട്ടിലാകെ ഉയരുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.